ഇവനെ എനിക്ക് തന്നിട്ട് പോയി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലയാളികളെ എക്കാലത്തും ചിരിപ്പിച്ചിരുന്ന കൊല്ല സുധിച്ചേട്ടൻ്റെ വിയോഗത്തിന് ശേഷം ആ കുടുംബം വാർത്തകൾ നിറയാത്ത ഒരു ദിവസം പോലുമില്ല. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മുൻപെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു വലിയൊരു സൈബർ അറ്റാക്കും റോസ്റ്റിങ്ങുമാണ്. വിഷയം മറ്റൊന്നുമല്ല, സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ രാഹുൽ ദാസ് അഥവാ നമ്മുടെ കിച്ചു കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിൽ മൈ ലൈഫ് സ്റ്റോറി എന്ന പേരിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. സ്വന്തം ജീവിതത്തിലെ സങ്കടങ്ങളും അനുഭവങ്ങളും പങ്കുവച്ച് കിച്ചു ചെയ്ത ആ വീഡിയോയ്ക്ക് താഴെയും അതിനെ അടിസ്ഥാനമാക്കി മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സുധിച്ചേട്ടൻ്റെ ഭാര്യ രേണുവിനെതിരെയും ഈ റോസ്റ്റിങ്ങിലേക്ക് പലരും വലിച്ചിഴക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കിച്ചു ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണ്? എന്തിനാണ് ആളുകൾ ഇപ്പോൾ കിച്ചുവിനെ രേണുവിനെ ഇങ്ങനെ ക്രൂരമായി റോസ്റ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ സത്യാവസ്ഥകളിലേക്കാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ചില വലിയ കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചതെന്ന് നോക്കാം. കിച്ചു അവൻ്റെ ചാനലിൽ മൈ ലൈഫ് സ്റ്റോറി എന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. തൻ്റെ ബാല്യം മുതലുള്ള അനുഭവങ്ങളും അമ്മയുടെ അച്ഛൻ്റെ വേർപാടും താൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് കിച്ചു ആ വീഡിയോയിൽ പ്രധാനമായും സംസാരിച്ചത്. സ്വന്തം ഭാഗം ന്യായീകരിക്കാനോ അല്ലെങ്കിൽ തനിക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കുകൾക്ക് ഒരു മറുപടി നൽകാനോ ആവാം കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ആ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള റോസ്റ്റിംഗ് ആണ് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ആരംഭിച്ചത്. പല റോസ്റ്റിംഗ് ചാനലുകളും കിച്ചുവിൻ്റെ ഓരോ വാക്കും കട്ട് ചെയ്തെടുത്ത് അവനെ ട്രോളാൻ തുടങ്ങി. ആളുകളുടെ പ്രധാന വിമർശനം എന്താണെന്ന് വെച്ചാൽ കിച്ചു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അഥവാ വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്നു എന്നാണ്. ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങൾ പറയുമ്പോൾ അതിലെ ഇമോഷൻസ് മനസ്സിലാക്കേണ്ടതിന് പകരം അതിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് സോഷ്യൽ മീഡിയ ശ്രമിച്ചത്. ആ വീഡിയോയിലെ അവൻ്റെ ബോഡി ലാംഗ്വേജ്, അവൻ കരഞ്ഞ രീതി, പറഞ്ഞ വാക്കുകൾ, ഇതിനെല്ലാം വെച്ച് വലിയൊരു പരിഹാസമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ വിവാദത്തിൻ്റെ മറ്റൊരു വലിയ വശം രേണുസുധിയാണ്. കിച്ചുവിൻ്റെ ഈ വീഡിയോ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത് രേണുവാണ്. കിച്ചു അവൻ്റെ ജീവിതകഥ പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ ആ കുടുംബത്തിലെ പല കാര്യങ്ങളും കടന്നു വരും. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രേണുവിനെതിരെയുള്ള ഒളിയമ്പുകളാണോ എന്ന് വ്യാഖ്യാനിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രേണുവിനെയും കിച്ചുവിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇവർക്കിടയിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ചില ഓൺലൈൻ ചാനലുകൾ, ട്രോൾ പേജുകൾക്കും വലിയ താല്പര്യമാണ്. കിച്ചുവും രേണുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ വ്യക്തിപരമായ കുടുംബകാര്യമാണ്. സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം ആ കുടുംബം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. രേണു ഒരു ചെറിയ കുഞ്ഞിനെയും വെച്ചാണ് ജീവിതത്തോട് പടപൊരുത്തുന്നത്. ഇതിനിടയിൽ കിച്ചു പറയുന്ന ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ച് അത് രേണുവിനെതിരെയാണെന്ന് വരുത്തി തീർക്കുന്നത് ഇരുവരെയും തമ്മിലടിപ്പിക്കുന്ന ഈ റോസ്റ്റിംഗ് സംസ്കാരം ശരിക്കും അങ്ങേയറ്റം ടോക്സിക് ആണ്. ഇവർ തമ്മിൽ ശത്രുതയിലാണെന്ന് തെളിയിച്ചാൽ ഈ റോസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുക? ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഒന്നാണ് റോസ്റ്റിംഗ്. ക്രിയാത്മകമായ വിമർശനങ്ങൾ എപ്പോഴും നല്ലതാണ്. എന്നാൽ ഒരാളുടെ കുടുംബ പശ്ചാത്തലത്തെയും അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെയും തമാശവൽക്കരിക്കുന്നത് റോസ്റ്റിംഗ് അല്ല, അതൊരു ക്രൂരതയാണ്. കിച്ചു ചെയ്ത വീഡിയോയിൽ തെറ്റുകൾ ഉണ്ടാവാം. ചിലപ്പോൾ അവൻ്റെ പ്രായത്തിലെ അപക്വത ഇവിടെ കണ്ടേക്കാം. എന്നാൽ അതിൻ്റെ പേരിൽ അവനെയും ആ കുടുംബത്തെയും വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അവകാശമില്ല. നീ അച്ഛൻ്റെ പേര് വെച്ച് കാശുണ്ടാക്കുന്നു, നീ സിമ്പതി പിടിച്ചു പറ്റുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഒരു 20-കാരൻ്റെ മാനസികാവസ്ഥയെ എത്രത്തോളം തകർക്കുമെന്ന് ഈ റോസ്റ്റ് ചെയ്യുന്നവർ ചിന്തിക്കുന്നില്ല. അവർക്കൊക്കെ അവരുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടണം, അതിൽ നിന്ന് പണം കിട്ടണം. അതിനുവേണ്ടി സുധിച്ചേട്ടൻ്റെ കുടുംബത്തെ ഒരു ഇരയാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. സങ്കടം വന്നാൽ അത് ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ പാടില്ലേ? പറഞ്ഞാൽ അത് സിമ്പതിയാവുമോ? ഈ അളവുകൾ വെക്കുന്നത് ആരാണ്? വീഡിയോ അവസാനിപ്പിക്കുന്ന സമയമായി. സുഹൃത്തുക്കളെ, കൊല്ല സുധി എന്ന വലിയൊരു മനുഷ്യനെ നമ്മൾ മലയാളികൾ അത്രമാത്രം ഇഷ്ടമായിരുന്നു. അദ്ദേഹം ലോകം വിട്ടുപോയപ്പോൾ ആ സ്നേഹം മുഴുവൻ നമ്മൾ നൽകിയത് ഈ കിച്ചുവിനും രേണുവിനും ഒക്കെയാണ്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അവരെ ഒരു വിനോദത്തിനുള്ള ഉപാധിയായി മാത്രം കാണുന്നു. കിച്ചുവിൻ്റെ മൈ ലൈഫ് സ്റ്റോറി എന്ന വീഡിയോ അവൻ ചെയ്തത് അവൻ്റെ സങ്കടങ്ങൾ നമ്മളോട് പറയാനാണ്, അല്ലാതെ അവൻ നമ്മളെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല. അവർക്ക് സ്വസ്ഥമായി ജീവിക്കണം, ആ കുടുംബത്തെ അവരുടെ പാട്ടിന് വിടുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അനാവശ്യമായി അവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതിനും അവരെ വിമർശിക്കുന്നതും നമ്മൾ അവസാനിപ്പിക്കണം.
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുമ്പോൾ അമ്മയും മകനും തമ്മിൽ അകൽച്ച കൂട്ടാൻ ശ്രമിച്ചവർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് രേണുവും കിച്ചും വീണ്ടും ഒന്നായിരിക്കുകയാണ്. അവർ തമ്മിലുള്ള പുതിയൊരു ഫോൺ സംഭാഷണം കൂടി കേൾപ്പിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കിച്ചുവും രേണു തമ്മിലുള്ള ഫോൺ സംഭാഷണം ഇതാ. കിച്ചു കിച്ചു അമ്മയാടാ. എവിടാ പന്ന? ആണോ? എടാ എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. എടാ എനിക്കൊരു വെബ് സീരീസ് കിട്ടി. അതിനകത്ത് കുറച്ച് നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നു. കുഴപ്പമുണ്ടോ നിനക്ക്? ആ ഓക്കേടാ, എനിക്കറിയാം നീ ഇതേ പറയത്തോളെന്ന് അറിയാം. ഓക്കേടാ ശരി, വീട്ടിലോട്ട് വാട്ടോ. ഓക്കേടാ, ബൈ ബൈ, ശരി.